നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതില്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24 കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകുമെന്ന ഉറപ്പോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. പതിവുപോലെ പൊതുജനം കഴുതില്ല സാർ തുടങ്ങുന്നു. സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇതൊരു സംയുക്ത വാർത്താ യാത്രയാണെന്ന് പ്രേക്ഷകർക്കറിയാം. നേരിട്ട് പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. അതാ ഇപ്പോൾ സ്ക്രീനിലേക്ക് ആ നമ്പർ തെളിഞ്ഞു വരും. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കാം. അതിനുള്ള നമ്പർ ആദ്യം പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 2830 510 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ, ആ വിഷയങ്ങൾ എന്താണ് എന്നത് വിശദമായി നിങ്ങൾക്ക് പങ്കുവെക്കാം. ഒപ്പം ഏതെങ്കിലും വാർത്ത, ഒപ്പം അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനൊരു വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്. അതാണ് ആദ്യം കാണുന്ന നമ്പർ. അത് 6235968937 എന്നതാണ്. ആ വാട്സാപ്പ് നമ്പറിലേക്ക് ദൃശ്യങ്ങളും വാർത്തയും നിങ്ങൾക്ക് അയച്ചു തരാം. അത് കൃത്യമായ വാർത്തയാണെന്ന് പരിശോധിച്ച ശേഷം നമ്മളത് റിപ്പോർട്ടുകളായി നൽകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വാർത്താദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കിടക്കുകയാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ PP ദിവ്യ കുറ്റക്കാരി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് വന്ന് ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ച് തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്ന് ADM K നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു. പ്രതിസ്ഥാനത്ത് PP ദിവ്യ മാത്രമാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നും കുടുംബം ആരോപിച്ചു. വേറൊരു അന്വേഷണ ഏജൻസി വേണമെന്ന നിലപാടിൽ നിയമപോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി. വഴിയെ പോകുമ്പോൾ കയറി വന്ന് സംസാരിച്ചു എന്നുള്ള തലത്തിലാണ് ദിവ്യ പ്രസംഗത്തിൽ പറയുന്നത്. പിന്നീട് അതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അവർ നന്നായിട്ട് ഗൂഢാലോചന നടത്തി ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഈ മുൻ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടത്, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ്. അതിൽ പറയുന്നു, ഇതിൽ PP ദിവ്യ മാത്രമല്ല കുറ്റക്കാരി, അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, അതിനെക്കുറിച്ചൊന്നും അന്വേഷണം പോകുന്നില്ല, അതിൽ തൃപ്തിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം അത് വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അതിനായുള്ള നിയമപോരാട്ടം തുടരുമെന്നും കൂടി ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കുടുംബത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നുകൂടി അറിയണം. പ്രജിൻ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് 5 മാസത്തിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൽ PP ദിവ്യ മാത്രമാണ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷ PP ദിവ്യ മാത്രമാണ് പ്രതി. മറ്റൊരു പ്രതി കേസിലില്ല. ഇതിൽ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം ഈ അധിക്ഷേപം, അതായത് നവീൻ ബാബുവിനെതിരെയായിട്ട് യാത്രയപ്പ് ചടങ്ങിലെത്തി നടത്തിയ അധിക്ഷേപം അത് ആസൂത്രിതമായി നടത്തിയതാണ്. നേരത്തെ തന്നെ ഉറപ്പിച്ച് PP ദിവ്യ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നതാണ്. അതിനു മുമ്പ് ഈ കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ച് ഈ യാത്രയപ്പ് ചടങ്ങിനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഫോൺ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പ്രാദേശിക ചാനലായിട്ടുള്ള കണ്ണൂർ വിഷനെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അവരെ ഏൽപ്പിക്കുന്നു. ആ ദൃശ്യങ്ങൾ കൈക്കലാക്കിയതിന് ശേഷം ആ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നു. അതായത് താൻ പറഞ്ഞ കാര്യങ്ങൾ, നവീൻ ബാബുവിനെതിരെയുള്ള അധിക്ഷേപം കൃത്യമായി പ്രചാരണമായി മുന്നോട്ട് പോകണം എന്ന് PP ദിവ്യ ആഗ്രഹിച്ചിരുന്നു. ഈ അധിക്ഷേപത്തെ തുടർന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിൽ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിനൊരു കണ്ടെത്തൽ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തുണ്ട്. ഇതിൽ 72 സാക്ഷികളുടെയാണ് മൊഴിയെടുത്തത്. അതിൽ ഈ വിവാദ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തൻ്റെ ഉൾപ്പെടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ രീതിയിൽ മാത്രം അവസാനിപ്പിക്കേണ്ട
ഏറ്റെടുക്കേണ്ടതാണോ ഈ അന്വേഷണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ നേരത്തെയും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അതിൻ്റെ ഗൂഢാലോചന എന്ന തലങ്ങളിലേക്കായി അന്വേഷണം പോകുന്നില്ല എന്ന വിമർശനം, ആരോപണം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ലഭിച്ചത്. ഈ കുറ്റപത്രം പുറത്തു വരുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിലും ഇതിൽ വലിയ ഗൂഢാലോചന നടന്ന ഏതെങ്കിലും മറ്റാർക്കെങ്കിലും പങ്കുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പങ്കുള്ള ഒരു ഗൂഢാലോചനയായി അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളില്ല. ഇതിൽ വ്യാജ പരാതികൾ ആദ്യഘട്ടത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഒരന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് തെളിവില്ല. പക്ഷേ ഇവർ നേരത്തെ ഫോണിൽ നവീൻ ബാബുവും ടി വി പ്രശാന്തനും നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയെന്നൊക്കെയുള്ള തെളിവുകൾ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പണം കൈമാറിയതിന് തെളിവില്ല. അങ്ങനെ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലാതിരിക്കെ അത് റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ വിജിലൻസ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് അതെല്ലാം ഒരു വശത്തുണ്ട്. അപ്പോൾ തെളിവില്ലാതിരിക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു പരാതി നൽകിയത്? വ്യാജ പരാതി സൃഷ്ടിച്ചത് വിജിലൻസിന് പരാതി നൽകി എന്ന് പറയുന്നു. അപ്പോൾ ഈ വ്യാജ പരാതി സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പോലും അന്വേഷണം ഉണ്ടായിട്ടില്ല. അങ്ങനെ കൂടുതൽ പേരിലേക്ക് ഇത് അന്വേഷണം എത്തിയിട്ടില്ല, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വിമർശനം അവിടെ നിലനിൽക്കുകയാണ്. അവർ സുപ്രീം കോടതി വരെ പോകും എന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ വിശദമായ അന്വേഷണം നടത്തി എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണം. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും പങ്കുവച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത അറിഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ വീഴ്ച, അതിൽ തുടർ വാർത്തയും ഇന്ന് വന്നു. കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് നഷ്ടമായതിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കി. വൈസ് ചാൻസലർ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 7 വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിച്ചേക്കും. തന്റെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്ന് ഉത്തരക്കടലാസ് ഏറ്റുവാങ്ങിയ അധ്യാപകൻ 24-നോട് പറഞ്ഞു. PSC വകുപ്പുതല പരീക്ഷയിൽ ചോദ്യത്തിനൊപ്പം ഉത്തരസൂചികയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിനാൽ പരീക്ഷ റദ്ദാക്കിയെന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. 2024 മെയ്യിൽ നടത്തിയ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് കാണാനില്ല എന്നുള്ള ഒരു അറിയിപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പരീക്ഷ നടത്തി ഏകദേശം 1 വർഷമാകുമ്പോഴാണ് ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് യൂണിവേഴ്സിറ്റിക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൽ നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കാണ്. 71 വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി പോലും തുലാസിലാകുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൂല്യനിർണ്ണയത്തിനായി കൈമാറിയ 71 ഉത്തരക്കടലാസുകളാണ് അധ്യാപകനിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇതോടെ 3ാം സെമസ്റ്റർ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷ വീണ്ടും ഏപ്രിൽ 7 നടത്തുമെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു. ഇമെയിൽ വഴിയാണ് അറിയിപ്പ് ലഭിച്ചത്. മൂല്യനിർണ്ണയത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ പാലക്കാടിനും ആലത്തൂരിനും ഇടയിൽ വെച്ച് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടു എന്നാണ് അധ്യാപകന്റെ വിശദീകരണം. തൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്നും അധ്യാപകൻ 24-നോട് പറഞ്ഞു. ആലത്തൂരൊക്കെ ആയപ്പോഴാണ് ഞാൻ കുഴൽമന്നോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്നത്തെ ദിവസം എല്ലാം അവിടെ പോയി എല്ലാം നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അതൊക്കെ ഒരു കുട്ടികളുടെ ഭാവിയാണ്, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കളഞ്ഞുപോയി, അത്ര തന്നെ. എന്നാൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിറം കെടുത്തി കാണിക്കാൻ ബോധപൂർവം നടത്തിയ ഒരു ശ്രമമാണോ ഇത് എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 3 തവണ സർവകലാശാല നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് പരാതി നൽകി. 2 വർഷത്തെ MBA കോഴ്സ് പഠനം അവസാനിച്ച് ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദേശത്തടക്കം ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനത്തോടെ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി. അതും ഇത്രയും ഷോർട്ട് നോട്ടീസിൽ 1.5 വർഷം 6 മാസം കൊണ്ട് പഠിച്ചത് ഷോർട്ട് നോട്ടീസ് 6 ദിവസം കൊണ്ട് എഴുതണമെന്നും പറഞ്ഞാൽ, അതുമാത്രമല്ല നമ്മൾ 2-3 സ്റ്റുഡൻസ് പുറം വിദേശത്ത് നിൽക്കുകയാണ്. അവർക്ക് വരാൻ ഒരു നിർവാഹവും ഇല്ല. S4 പേപ്പർ ഇനി കാണാനാവുമല്ലോ. അത് യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിലിറ്റി ഒഴികെയാണ് ഈ എക്സാം വീണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി S4 പേപ്പർ ഇനി കാണാതില്ല, നാളെ മെയിൽ വന്നാൽ മറ്റന്നാൾ വീണ്ടും പോയി എക്സാം എഴുതാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. നമ്മൾ ജൂനിയേഴ്സിറ്റി ഉണ്ടല്ലോ എക്സാം എഴുതാൻ. വൈസ് ചാൻസലർ വിളിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച ചേരും. പരീക്ഷാ തീയതി നീട്ടി നൽകാനാണ് ആലോചന. മൂല്യനിർണ്ണയം വേഗത്തിൽ നടത്തി റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും ആലോചിക്കുന്നുണ്ട്. വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ PSC വകുപ്പുതല പരീക്ഷയിൽ ചോദ്യത്തിനൊപ്പം ഉത്തരവും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിനാൽ പരീക്ഷ റദ്ദാക്കി. ചോദ്യത്തിന്റെ കവറിനൊപ്പം ഉത്തരസൂചികയും ഉൾപ്പെടുത്തിയാണ് കേന്ദ്രങ്ങൾ എത്തിച്ചത്. ഇതോടെ സർവേ വകുപ്പിലെ സർവേയർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ PSC റദ്ദാക്കി.
റദ്ദാക്കിയ പരീക്ഷ പിന്നീട് നടത്തുമെന്ന് PSC അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപ്രകാരം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയും വരും. എന്തായാലും നാക്കിന്റെ A++ ഗ്രേഡ് ഉള്ള സർവകലാശാലയാണ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഗതികേടിലെത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നാക്കിന്റെ ഗ്രേഡിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്, അതിലും സംശയങ്ങളില്ല. ആ രീതിയിലുള്ള ക്വാളിറ്റി ഒക്കെ ആ യൂണിവേഴ്സിറ്റിക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ അധ്യാപകൻ പറയുന്നു എൻ്റെ കയ്യിൽ നിന്നാണ് ആ ഉത്തരക്കടലാസ് നഷ്ടമായെന്ന് പറയുന്നു. ഇനി ഈ ബാച്ചിലെ കുട്ടികൾക്കുള്ള മറ്റൊരു ഗതികേടിയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആവേണ്ടവരാണവർ. നിലവിൽ തന്നെ ഒരുപാട് വൈകിയിരിക്കുന്ന റിസൾട്ട് വരാൻ. അപ്പോഴാണ് ഈ ഉത്തരക്കടലാസ് കൂടി കാണാതായിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പരീക്ഷ എഴുതി ഇനി വീണ്ടും അതുമായി മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലാണ് വിദ്യാർത്ഥികളുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പ്രതികരണങ്ങളൊക്കെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. പലരും ഇവിടെ ഇല്ല, നാട്ടിലില്ല, അവരൊക്കെ ഇനി മടങ്ങി വരണം, വീണ്ടും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് പരീക്ഷ ചെയ്യണം. എന്താണെന്ന് നോക്കുക. എന്തായാലും ഒരു അന്വേഷണം നടക്കട്ടെ. ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ജിം സന്തോഷ് കൊലക്കേസിലെ പ്രധാന പ്രതി അലുവ അതുൽ ആലുവയിലെത്തിയതായി പോലീസ് പറയുന്നു. വാഹന പരിശോധനയ്ക്കിടെ പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. വൈകുന്നേരത്തോടെയാണ് അതുൽ പോലീസിനെ വെട്ടിച്ച് കടന്നത്. മറ്റു ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ജിം സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെയും കുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, ഈ അലുവ അതുൽ ആലുവയിലെത്തി എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അപ്പോൾ നാട് വിട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതിന്റെ സൂചനയാണ്. അപ്പോൾ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ്? ഈ പോലീസിനെ വെട്ടിച്ച് കടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ, അതിന്റെ കൂടി വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് പ്രതികൾ ഇപ്പോൾ ജില്ല കടന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൽ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള അലുവ അതുലിനെ ആലുവയിൽ നിന്നും പോലീസ് കണ്ടിരുന്നു. അതായത് വാഹന പരിശോധന, റൊട്ടീൻ പരിശോധന നടക്കുന്നതിനിടെയാണ് ഈ വാഹനത്തിൽ അതുലും അതുലിൻ്റെ ഭാര്യയും കുട്ടിയും എത്തിയത്. ഈ സമയത്ത് സാധാരണഗതിയിൽ രീതിയിലുള്ള ഒരു പരിശോധനയായിരുന്നു പോലീസ് നടത്തിയത്. എന്നാൽ ഇത് തനിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ തങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചുള്ള പരിശോധനയാണെന്ന് കരുതി പോലീസിനെ വെട്ടിച്ച് വാഹനവുമായി അതുൽ കടക്കാൻ കടക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആലുവയിൽ ഒട്ടാകെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ആലുവ കേന്ദ്രീകരിച്ച് നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതുലിനും അതുപോലെ തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കൊക്കെ തന്നെ കൊടും ക്രിമിനലുകളുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതും ഇത് സാധൂകരിക്കുന്ന നിരവധി ചിത്രങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആലുവയിലെ ഇവരുടെ പരിചയക്കാരായ മറ്റു കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം തേടിയാകാം അതുൽ ആലുവയിലേക്ക് എത്തിയതെന്നാണ് കരുതുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റു പ്രതികളും സമാനമായ രീതിയിൽ മറ്റു ജില്ലകളിലേക്കും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ അടുക്കൽ അഭയം പ്രാപിച്ചിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജില്ല കടന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് പ്രതികളായിട്ടുള്ള കുക്കു എന്ന മനുവിനെയും ഒപ്പം തന്നെ രാജപ്പൻ എന്ന രാജീവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അവരുടെ അറസ്റ്റ് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരെ കൂടി അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യവും, ഒപ്പം തന്നെ ജിം സന്തോഷിനെ കൊലപ്പെടുത്താനല്ല, പകരം കാല് തല്ലി ഒടിക്കാൻ തന്നെയായിരുന്നു ഇവരുടെ തീരുമാനമെന്നും ഇവർ പോലീസിനോട് പറഞ്ഞതായാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുക്കുവിനെയും അതുപോലെ തന്നെ രാജപ്പനെയും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. ശരി, സുജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ ഈ അലുവ അതുലിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെയും കുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് തുടങ്ങി. വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ആ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നു. സമീർ ബിൻ കരീം അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരും. സമീർ, ഇഫ്താർ തുടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന സംഗമത്തിൽ മറ്റാരൊക്കെ എത്തിയിട്ടുണ്ട്? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, വലിയ ഒരു ഇഫ്താർ സംഗമമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലാണ്. ഇതിനകത്താണ് ഇപ്പോൾ ഇഫ്താർ വിരുന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളെല്ലാവരും, ഒപ്പം പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ PK ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ DCC അധ്യക്ഷൻ VS ജോയി, ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. സൗഹൃദ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ഒരു ഇഫ്താറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപാണ് പാണക്കാട്ടേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയത്. അതിന് പിന്നാലെയുള്ള ഇഫ്താർ വിരുന്ന് പുരോഗമിക്കുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സൗഹൃദ സന്ദർശനത്തിന് പ്രാധാന്യം കൂടി ഏറെയാണ്. കാരണം കോൺഗ്രസിന്റെ പലവിധ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുസ്ലിം ലീഗ് പരസ്യമായൊക്കെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയുള്ള ഈ ഇഫ്താർ വിരുന്നും അതുമായി ബന്ധപ്പെട്ട സന്ദർശനമൊക്കെ തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ നിലമ്പൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ആര്യാടൻ ഷൗക്കത്തും VSU അടക്കമുള്ള നേതാക്കൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഏതായാലും ഇഫ്താർ വിരുന്ന് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സമയത്തിനകം തന്നെ അത് കഴിയുകയും ചെയ്തു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജിത്ത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഉത്തരക്കടലാസ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട്. അതോടെ മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെയുള്ള അഭിപ്രായങ്ങൾ ഞാൻ അതിലൊന്ന് വായിക്കട്ടെ. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതലെ സാറിന്റെ പരിപാടി തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. റോഡ് നിർമ്മാണത്തിലെ അപാകതയും റോഡിന്റെ ശോചനീയാവസ്ഥയും അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒക്കെ പലയിടത്ത് നിന്ന് പൊതുജനം കഴുതലെ സാർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് പലപ്പോഴായി. അത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. റോഡിന് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്ത് മടുത്തിരിക്കുകയാണ് പാണക്കാട് പൗരസമിതി. മറ്റത്തൂർ പാണക്കാട് ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടണം എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ഗതാഗത കുരുക്കടക്കം വലിയ പ്രതിസന്ധിയാണ് ഈ സംസ്ഥാന പാതയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായുള്ള ഇവരുടെ ആവശ്യത്തിൽ ഇപ്പോഴും അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. പാണക്കാട് തങ്ങൾപ്പടി മുതൽ മറ്റത്തൂർ പാണക്കാട് ജംഗ്ഷൻ വരെയുള്ള ചെറിയൊരു ഭാഗമാണ്. പക്ഷേ അവിടെ ഏറ്റവും വീതി കുറവാണ്. ഇതൊന്ന് വീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ സംസ്ഥാന പാതയുടെ വീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇനി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. നവകേരള സദസ്സിൽ വരെ പരാതി കൊടുത്തിട്ട് കാലങ്ങളായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. 2015 മുതൽ പൗരസമിതി ഈ റോഡൊന്ന് വീതി കൂട്ടാൻ വേണ്ടി അധികൃതരുടെ പുറകെയുണ്ട്. കാരണം സംസ്ഥാന പാതയാണെങ്കിലും പാണക്കാട് എത്തിയാൽ ഈ റോഡ് കുപ്പിക്കഴുത്തു പോലെയാകും. വഴിയാത്രക്കാർക്ക് ഒന്ന് അരികിലേക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. കൂടാതെ അരികിലെ ഓടകൾ വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. ചെറിയ മഴയ്ക്ക് പോലും റോഡിൽ വെള്ളമാണ്. റോഡ് വീതി കൂട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് സ്ഥലം ഏറ്റെടുക്കണം. അതിന് പ്രദേശവാസികൾ തയ്യാറാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ന്യായമായ നഷ്ടപരിഹാരം നൽകിയാൽ മതി. പക്ഷേ അതിനുള്ള ഒരു താല്പര്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ഥലം വിട്ടുകൊടുക്കാൻ നാട്ടുകാർ തയ്യാറാണ്. ന്യായമായ വില കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫണ്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടണം. അതിനിപ്പോൾ ഈ മതിലൊക്കെ പൊളിച്ചുകൊണ്ട് ആരും കൊടുക്കാൻ തയ്യാറുമില്ല. ജില്ലാ കലക്ടർ പലതവണ ചർച്ച നടത്തി. ചർച്ചയെല്ലാം പോസിറ്റീവാണ്. പക്ഷേ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് അധികാരികൾ പുറകിലേക്ക് നിൽക്കും. മുഖ്യമന്ത്രിയുടെ മലപ്പുറം നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. ഇത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയെന്ന മറുപടി ലഭിച്ചുവെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ മന്ത്രിമാർ നേതൃത്വം നൽകിയ അദാലത്തിലും പരാതി നൽകി. അവിടെയും തദൈവ. വിഷമം സാധാരണക്കാർക്ക് തന്നെ. റോഡിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം, വീതിയില്ല, കാൽനടയാത്രക്കാർക്കും പ്രതിസന്ധി. ഇവിടെ വീതി കൂട്ടുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ നാട്ടുകാരും തയ്യാറാണ്. എന്നിട്ടും ഈ ഫയലുകളുടെ ചുവപ്പ് നാട അഴിയുന്നില്ല, ഫണ്ടില്ല എന്നുള്ളതാണ് കാരണമായി പലപ്പോഴും പറയുന്നതും. അപ്പോൾ ഈ ഫയലുകളുടെ ചുവപ്പ് നാട അഴിയേണ്ടതുണ്ട്. നാട്ടുകാർക്ക്, യാത്രക്കാർക്ക് സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കണം. അർഷകനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാന പാതയാണ്. അത്യാവശ്യം കൂടുതൽ വാഹനങ്ങൾ പോകുന്ന പാതയാണ്. ഇരുവശത്തും നമ്മൾ കണ്ടതാണ്. അവിടെ കാൽനട യാത്ര പോലും അതിനുള്ള സൗകര്യം പോലും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗതാഗതക്കുരുക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അത് വേറെയാണ്. ഇനി ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും ആ റോഡിലാകെ വെള്ളക്കെട്ടാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാൻ ഇനി ആരോട് പറയണം എന്നാണ് അവിടുത്തുകാർ ഒന്നൊന്നായി ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ഇപ്പം മഴക്കാലത്ത് മുട്ടിന് മേലെ വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട് ഈ ഏരിയ. കാരണം ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള യാതൊരു സംവിധാനവും ഇല്ല. അതും ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. കുറച്ചു കാലം ഇതൊരു VIP റോഡായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഞങ്ങൾക്ക് ഈ റോഡിനൊരു പരിഗണന കിട്ടിയില്ല. 2 ഭാഗത്തുനിന്ന് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാറിക്കാൻ സ്ഥലമില്ല. എവിടേക്കെങ്കിലും മാറിക്കണമെങ്കിൽ വണ്ടി തട്ടും. അത്രയും ഇടുക്കിയ സ്ഥലമാണ് ഇവിടെ. പിന്നെ മഴക്കാലത്താണെങ്കിൽ റോഡിൽ വെള്ളം നിന്നിട്ട് നടക്കാൻ വയ്യ. ആളുകൾ കൂടുതലുള്ള ദിവസമാണെങ്കിൽ ഇവിടെ തങ്ങന്മാരത്തേക്ക് ആൾക്കാർ വരുന്നത് റോഡാകെ ബ്ലോക്ക് ആക്കാറ്. ഒരു വണ്ടികൾ പോയാൽ നിർത്തിയാൽ മറ്റു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. അതായത് മഴ ആയാലും കടയ്ക്കായിട്ട് വെള്ളം തെറിക്കും. വണ്ടികൾ പോയാൽ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. വെള്ളം തെറിച്ചിട്ട് ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ വണ്ടികളൊന്ന് ഡ്രെയിനേജിൽ ചാടും. ആക്സിഡൻ്റ് ആവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തീരെ വീതിയില്ല. നടക്കാൻ പറ്റണില്ല. നടന്നു പോകുമ്പോഴേക്കിന് ആൾക്കാരെ മേത്ത് വണ്ടി കെട്ടുകയാണ്.
അങ്ങനെ നടന്നു പോണതിനെ പേടിച്ചിട്ടാണ്, ജീവൻ പണയം വെച്ചിട്ട് പോകും പോലെയാണ് ഇത് ഭയങ്കര ദയനീയാവസ്ഥയാണ് ഈ റോഡിൻ്റെത്. കുറേ ആയിട്ട് ഇങ്ങനെയാണ്. ആരും ഇതിനെ പിന്നെ ഒരു പ്രതികരിക്കണമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. യെസ്, ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാ ഇപ്പോൾ രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്ന വേറൊരു വിഷയമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനു സമീപം പുതിയകാവ് അമ്പലത്തിന് മുൻവശത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന നിലയിലാണ് കുറേ നാളുകളായി. അതിനുള്ളിൽ ആരും കയറി നിൽക്കാറില്ല ഇപ്പോൾ എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ മഴക്കാലം വരുന്നതിന് മുമ്പെങ്കിലും അത് പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ പുതിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് അവിടെ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് രഘുനന്ദൻ ഉന്നയിക്കുന്നത്. അത് ആ മേഖലയിലുള്ളവർക്കെല്ലാം തന്നെ ആശ്വാസമാകുന്നതോട് പറയുന്നു. അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. രവികുമാർ PB നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പറയുന്നു പ്രജിൻ ഏരൂർ പുത്തോട്ട വരെ റോഡിന് വീതി കൂട്ടാൻ പലവട്ടം അളന്നു പോയതല്ലാതെ ഒന്നും നടന്നില്ല. 10 വർഷം കഴിഞ്ഞു, റോഡിന് വീതി കൂട്ടേണ്ട സമയം കഴിഞ്ഞു. ഏരൂർ റോഡിൽ എപ്പോഴും ഗതാഗത കുരുക്കാണെന്ന് പറയുന്നത്. അപ്പം ഈ വാർത്ത കണ്ടപ്പോഴാണ് അതേപോലെ തന്നെ വീതി കൂട്ടാനുള്ള മറ്റൊരു റോഡിൻ്റെ കാര്യം കൂടി രവികുമാർ PB സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. നമുക്ക് ആ വിഷയം കൂടി പരിശോധിക്കാം. എന്തായാലും അത് റിപ്പോർട്ടായി നൽകാൻ കഴിയുമോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കട്ടെ. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ യമനിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്നും എംബസി പറയുന്നു. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, നമ്മൾ ഇന്ന് കേട്ടതാണ് നിമിഷപ്രിയയുടെ തന്നെ ഒരു ശബ്ദ സന്ദേശം. അതിൽ പറയുന്നു തനിക്കൊരു ഫോൺ കോൾ വന്നു, അതിൽ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് അത് തീരുമാനിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നിമിഷപ്രിയയുടെ ശബ്ദത്തിൽ തന്നെ കേട്ടത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ എംബസി എന്താണ് മറ്റൊരു കാര്യം പറയുന്നത്? ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, തന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഓർഡർ ജയിലിൽ ലഭിച്ചു എന്ന് നിമിഷപ്രിയ പറയുന്ന ഒരു സന്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇത് സംബന്ധമായ ചർച്ച വന്നത്. പെരുന്നാളിന് ശേഷം വധശിക്ഷ നടപ്പാക്കുമെന്ന ഒരു ആശങ്ക നിമിഷപ്രിയ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ നാം റിയാദിലുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് സംബന്ധമായ ഒരു അറിയിപ്പും ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നാണ് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. യമനിൽ നിന്നോ നിമിഷപ്രിയ കഴിയുന്ന ജയിലിൽ നിന്നോ ഇത് സംബന്ധമായ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം എംബസിയുടെ ഭാഗത്തു നിന്നും മറ്റും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് എന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയ ഏറെ വിഷമത്തോടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. വളരെ പ്രയാസത്തോടെയാണ് ജയിലിലുള്ളവർ തന്നോട് സംസാരിക്കുന്നത് എന്ന് നിമിഷപ്രിയ ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനാണ് ഈ ശബ്ദ സന്ദേശം ലഭിച്ചത്. ഇത് സംബന്ധമായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്ന് ഈ കേസിൽ ഇടപെടുന്ന സാമുവൽ ജെറോമും പറയുന്നുണ്ട്. ഇപ്പോൾ അവധിയാണ് യമനിലൊക്കെ. എന്നാൽ വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മോചനദ്രവ്യം കൈമാറേണ്ടതുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ സജീവമായ ഇടപെടൽ ആവശ്യമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഏതായാലും 2017 യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയ ജയിലിലായത്. യെസ്, ജലീൽ കണ്ണമംഗലമാണ് വിശദാംശങ്ങൾ നൽകിയത് റിയാദിൽ നിന്നും. എന്തായാലും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇന്ത്യൻ എംബസി പറയുന്നത് അത്തരത്തിലൊരു വിവരങ്ങളൊന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇപ്പോഴും ആ മോചനശ്രമം തുടരുകയാണ് എന്നാണ് എംബസി വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. 24 ബ്രേക്കിംഗ് ന്യൂസ്. കോഴിക്കോട് നാദാപുരത്ത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടന്നു. +1 വിദ്യാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിലായി. നാദാപുരം കടമേരി RECHSലാണ് ഈ സംഭവം ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആൾമാറാട്ടം അത് പരീക്ഷയിൽ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഇതിപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലാണ് ഇങ്ങനൊരു ആൾമാറാട്ടം നടന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, അതിവിദഗ്ധമായി ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാനുള്ള ശ്രമമാണ് പൊളിഞ്ഞത്. കൃത്യമായി ഇൻവിജിലേറ്ററുടെയും ഒപ്പം പ്രിൻസിപ്പലിൻ്റെയും ഇടപെടലാണ് ഇങ്ങനെയൊരു നീക്കത്തിന് തടയിടുകയും ചെയ്തത്. ഇന്ന് +1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്. കടമേരിയിലുള്ള RECHS സ്കൂളിൽ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുകയായിരുന്നു. അതിനിടയിൽ ഈ പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിക്ക് പകരം ആ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് ഒരു ബിരുദ വിദ്യാർത്ഥിയാണ്. ഇൻവിജിലേറ്റർക്ക് ഒരു സംശയം തോന്നി. അദ്ദേഹം ഈ
വിദ്യാർത്ഥിയുടെ അടുത്തെത്തി ഹോൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് അതിൽ ചില ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പ്രാഥമികമായി മനസ്സിലായത്. പിന്നീട് അദ്ദേഹം പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു, പിന്നീട് പോലീസിലും വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് പരീക്ഷ എഴുതേണ്ട കുട്ടിയല്ല അവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നതെന്നും അതേ സ്കൂളിലെ അതേ വിദ്യാലയത്തിലെ ഒരു ബിരുദ വിദ്യാർത്ഥിയാണ് അവിടെ പരീക്ഷയ്ക്ക് എത്തിയത് എന്നും മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. അയാൾക്കെതിരെ BNS-ലെ ആൾമാറാട്ടത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് കേസെടുക്കുന്നു. അയാളുടെ അറസ്റ്റും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഒരു തട്ടിപ്പിനുള്ള ഒരു ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞത്. കൃത്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻവിജിലേറ്റർക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പരിശോധന നടത്തിയതിന്റെ പുറകിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് പൊളിയുകയും നിലവിൽ ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പ്രജിത്ത്. ശരി, അഭിജിത്ത് മുഴുക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആ ശ്രമം അവിടെ അത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് അധികൃതർക്ക്. കൃത്യമായി ഇൻവിജിലേറ്റർ ആ തക്ക സമയത്തിന് ഇടപെട്ടിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അങ്ങനെ ഒരു ആൾമാറാട്ടം അവിടെ പൊളിഞ്ഞതും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ഒരു കമൻറ്റ് കൂടി പറയുന്നു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ഒന്ന് ഷാഫി കുമ്മേരിയാണ്, മറ്റൊന്ന് എബ്രഹാം തോമസ്. പല വിഷയങ്ങൾ എന്നും അഭിപ്രായങ്ങൾ പറയുന്നതാണ്. നേരത്തെ നമ്മുടെ ഈ MBA വിദ്യാർത്ഥികളുടെ ആ പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിപിൻ അമരവിള്ള മറ്റൊരു കാര്യം പറയുന്നു. MBA വിദ്യാർത്ഥികൾക്ക് അടുത്ത പരീക്ഷ എഴുതാനുള്ള എല്ലാ ചെലവും അത് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സർവകലാശാല വഹിക്കണം എന്നാണ് ബിപിൻ അമരവിള്ള അഭിപ്രായപ്പെടുന്നത്. അത് മറ്റൊരു വിഷയമാണ്. അതുകൂടെ നേരത്തെ നമ്മൾ ആ റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞത്. ഈ കടകൾ, അതായത് ചില ഈ പറയുന്ന ഈ പാതയോരത്തുള്ള കടകൾ, അത് അവർ കയറി റോഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഗതാഗത കുരുക്കും അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിലും ഒരു ഇടപെടൽ വേണമെന്ന അഭിപ്രായമൊക്കെ ഉയരുന്നുണ്ട്. ഈ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിന് കീഴിൽ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വൻ വീഴ്ചയെന്ന പുതിയ റിപ്പോർട്ടുണ്ട്. തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ ഭൂരിഭാഗവും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നില്ല. ഗുണഭോക്താക്കളുടെ എണ്ണമോ ചെലവോ നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത സംവിധാനവുമില്ല. കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച ധനസഹായം പോലും കൃത്യമായി വിതരണം ചെയ്യാൻ ആയിട്ടില്ലെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയുമെല്ലാം അതിജീവിച്ചാണ് പലപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി തയ്യാറാക്കിയ ബോർഡാണ് അത് നിറവേറ്റാതെ വെള്ളാനയായി മാറുന്നു എന്ന സൂചന C&AG റിപ്പോർട്ടിൽ പറയുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ, മറ്റ് ധനസഹായങ്ങൾ എന്നിവ വിതരണം ചെയ്യാനാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ പ്രാഥമിക ചുമതല വഹിക്കുന്നതിൽ തന്നെ ബോർഡ് ഗുരുതര വീഴ്ച വരുത്തി. കോവിഡ് കാല ധനസഹായ വിതരണം മുതൽ മരണാനന്തര ധനസഹായ വിതരണം വരെയുള്ള ഭൂരിഭാഗം ചുമതലകളിലും ബോർഡ് ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് C&AGയുടെ കണ്ടെത്തൽ. 60 വയസ്സ് കഴിഞ്ഞ 1,35,000 പേർക്ക് 108 കോടി രൂപയുടെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അർഹതയില്ലാത്ത 1016 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകിയതിലൂടെ 1,38 ലക്ഷം രൂപയുടെ നഷ്ടവുമുണ്ടായി. എന്നാൽ അർഹതയുള്ളവർക്ക് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തിട്ടുമില്ല. 3,489 പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ കാലതാമസമെടുത്തു എന്നാണ് കണ്ടെത്തൽ. ക്ഷേമനിധി അംഗങ്ങൾക്ക് 10,000 രൂപ വീതം 2 കുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകാറുണ്ട്. ഇതും കൃത്യമായി നൽകുന്നില്ല. വിവാഹ ധനസഹായം ലഭിക്കാനുള്ള 42,535 അപേക്ഷകൾ ഇപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ്. ജോലിക്കിടയിൽ അപകടത്തിൽ മരിച്ചാൽ 3 ലക്ഷം രൂപയും മറ്റു മരണങ്ങൾക്ക് 25,000 രൂപയും ആശ്രിതർക്ക് നൽകണം. എന്നാൽ ഇതിൽ 2,234 അപേക്ഷകൾ ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ല. അംഗങ്ങളുടെ മക്കൾക്ക് 1,000 രൂപ മുതൽ 3,000 രൂപ വരെ വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹതയുണ്ട്, പക്ഷേ നൽകാറില്ല. 4,587 അപേക്ഷകൾ ഇത്തരത്തിൽ തീർപ്പാക്കാനുണ്ട്. ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയുള്ള 1,647 അപേക്ഷകളാണ് പരിഗണിക്കാതെ കിടക്കുന്നത്. 15,000 രൂപ വരെ പ്രസവാനുകൂല്യം തേടി 14,268 അപേക്ഷകളും തീർപ്പാക്കാനുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ കോവിഡ് കാല ധനസഹായ വിതരണത്തിൽ വൻ ക്രമക്കേട് നടത്തിയെന്നും കണ്ടെത്തി. 2020-21 വർഷങ്ങളിൽ 1,000 രൂപ വീതമാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള പ്രാഥമിക വിവരം പോലും ബോർഡിന്റെ കൈവശമില്ല. ഇതിനാൽ തൊഴിലാളികൾക്ക് വേണ്ടി അനുവദിച്ച ഭൂരിഭാഗം തുകയും വിതരണം ചെയ്യാതെ തിരിച്ചടച്ചു എന്നാണ് C&AGയുടെ കണ്ടെത്തൽ. 2023 മാർച്ച് വരെയുള്ള രേഖകൾ പരിശോധിച്ചാണ് C&AG റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2 വർഷത്തെ കൂടി ഡാറ്റകൾ പരിശോധിച്ചാൽ ക്രമക്കേടിന്റെ ആഴവും വ്യാപ്തിയും ഇനിയും ഉയരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പെട്ടെന്ന് കിടക്കുന്നത്. തമിഴ്നാട്ടിലെ ഉസ്ലാംപെട്ടിയിൽ പോലീസുകാരനെ കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി പിടികൂടി. കഞ്ചാവ് ഡീലറായ പുൻവണ്ണനാണ് പിടിയിലായത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, എന്താണ് സംഭവം? ഈ പ്രതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി പിടികൂടേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി?
പ്രജിൻ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉസിലാംപട്ടി പോലീസ് കോൺസ്റ്റബിൾ മുത്തുകുമാറിനെ ഈ പ്രതി പൊൻവണ്ണനും സംഘവും തലയ്ക്ക് ഇഷ്ടിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. ഒരു ടാസ്മാർക്ക് ഷോപ്പിന് മുന്നിൽ നിന്ന് ഇവർ മദ്യപിക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് മദ്യപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ അവിടേക്ക് എത്തി. അതിനുശേഷം ഇവർ തമ്മിൽ വാഗ്വാദമായി. പിന്നീട് ഇഷ്ടിക കൊണ്ട് ഇയാളും കൂട്ടുകാരും ചേർന്ന് ഈ പോലീസുകാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ഈ പൊൻവണ്ണനും സംഘവും ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ച് ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും പ്രതികളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഇന്ന് കമ്പത്ത് വെച്ച് ഇവർ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. ശേഷം കമ്പത്ത് പോയി ഈ പ്രതികളെ പിടികൂടുന്നതിനിടയിൽ പോലീസിനെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ശേഷം മുട്ടിന് താഴെ വെടിവെച്ച് പിടികൂടി എന്നും പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തമിഴ്നാട്ടിൽ പ്രധാനമായും ഇത്തരത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. അതിനെതിരെയൊക്കെ വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഈ പിടികൂടിയ പ്രതി ഒരു വലിയ കഞ്ചാവ് ഡീലറാണ്. ഒപ്പം ഈ കൊലപാതക കേസിലും ഒപ്പം തന്നെ നിരവധി കവർച്ചാ കേസുകൾ, കഞ്ചാവ് കേസുകളിലൊക്കെയും സ്ഥിരം പ്രതിയായിട്ടുള്ള ആളാണ്. പോലീസ് ഇയാളെ പലതവണ ഇവിടെ നിന്നും നാട് കടത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ ഗുണ്ടാ സംഘങ്ങളുമൊക്കെയായി ബന്ധമുള്ള ഒരു കഞ്ചാവ് ഡീലറെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ പോലീസുകാരനും പ്രതിക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും കമ്പത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു ആശുപത്രിക്കും വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഒരു തവണ ഈ പ്രതിയെ പിടികൂടിയപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ പോലീസിനെ ആക്രമിച്ചിരുന്നു. നിലവിൽ എന്തായാലും പ്രതിയും ഒപ്പം തന്നെ പരിക്കേറ്റ പോലീസുകാരനും കമ്പത്ത് ചികിത്സയിലാണ്. പ്രജിൻ. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി പെട്ടെന്ന് പോകുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഹലോ എന്നയച്ചതിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശികളായ പ്രഭജിത്ത്, ഇയാളുടെ പെൺസുഹൃത്ത് ഇടക്കുറ്റി സ്വദേശി മേരി സെലിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹലോ അയച്ചതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇടയാക്കിയത്. വലിയ മർദ്ദനം ഉണ്ടായി. അതിനുശേഷം ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. എന്താണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ? പ്രജിൻ, പൂച്ചാക്കൽ പോലീസാണ് ഈ കേസിൽ ഇപ്പോൾ 3 പേരെ പിടികൂടിയിട്ടുള്ളത്. ഒന്ന് പ്രഭജിത്ത്, ഈ കേസിലെ 1ാം പ്രതി. മറ്റൊന്ന് പ്രഭജിത്തിന്റെ പെൺ സുഹൃത്തായിട്ടുള്ള മേരി സെലിൻ ഇടക്കൊച്ചി സ്വദേശിനിയാണ്. ഈ മേരി സെലിനെ കേസിൽ പ്രതി ചേർത്തത് മേരി സെലിനാണ് ഈ അക്രമത്തിന് പ്രേരണയായത് എന്ന പോലീസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക പോലീസിന്റെ എഫ്ഐആറിൽ ഇപ്പോൾ ഈ മേരി സെലിനെ പ്രതി ചേർത്തതിന്റെ ഭാഗമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസ് നടക്കുന്നത് ഒരാഴ്ച മുൻപാണ്. ഒരാഴ്ച മുൻപ് അരൂക്കുറ്റി സ്വദേശിയായ ജിബിനെയാണ് തന്റെ പെൺ സുഹൃത്തിന്, അതായത് ഈ പ്രഭജിത്തിന്റെ പെൺ സുഹൃത്തായിട്ടുള്ള ഈ സെലിന് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതിന്റെ പേരിൽ രാത്രി 10 മണിയോടുകൂടിയാണ് അരൂരിൽ നിന്നും അരൂക്കുറ്റിയിലേക്ക് വരികയായിരുന്ന അരൂക്കുറ്റി സ്വദേശി ജിബിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അരൂക്കുറ്റിയിൽ വെച്ച് ആക്രമിക്കുകയും പിന്നീട് അവിടെ വെച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും ഒപ്പം തന്നെ കാറിൽ വെച്ചും ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഈ ശ്വാസകോശത്തിനും ഒപ്പം തന്നെ നട്ടലിനും വാരിയെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ ജിബിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ കേസിൽ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്ന 7 പേർക്കെതിരെയാണ്. അതായത് മേരി സെലിൻ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ്. ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇനി 4 പേർ കൂടിയാണ് ഈ കേസിൽ പിടിയിലാകാനുള്ളത്. പ്രജിൻ. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേർ ഈ മാസപ്പിറ കണ്ടോ, നാളെ പെരുന്നാളാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെ എവിടെയും അത്തരത്തിൽ വാർത്തകൾ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഗൾഫ് മേഖലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സമയമായി വരുന്നതേ ഉള്ളൂ. ഈ റമദാൻ പൂർത്തിയായി ഷവ്വാൽ പിറ കണ്ടെങ്കിൽ ഗൾഫ് മേഖലയിലേക്ക് നാളെ പെരുന്നാളായിരിക്കാം എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ, അതിൻ്റെ സ്ഥിരീകരണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് അന്വേഷിക്കാം. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതൽ SR എന്ന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ എത്തിക്കുന്നൊരു വാർത്തയിലേക്കാണ്. വയനാട് നിന്നുമാണ് ആ വാർത്ത വരുന്നത്. വയനാട് നെന്മേനി കുന്താണിയിൽ ജനവാസ കേന്ദ്രത്തിനടുത്ത് പുലി എന്നൊരു വാർത്തയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ എന്ന് പറയുമ്പോൾ അല്പസമയം മുൻപാണ് ഈ പ്രദേശവാസികൾ പുലിയെ കണ്ടത്. തൊവരിമല എസ്റ്റേറ്റിലെ തേയില ചെടികൾക്കിടയിൽ പാറയിൽ കിടക്കുന്ന നിലയിലാണ് ഈ പുലിയെ കണ്ടെത്തിയത്. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ പുലിയെ കാണാം. നെന്മേലി എന്ന് പറയുന്നത് അത് കുന്താണി, ഈ ജനവാസ കേന്ദ്രത്തിനടുത്ത് എന്ന് പറയുമ്പോൾ അത് മുൻപ് ഈ പുലി ഇറങ്ങുന്ന ഇടം തന്നെയാണോ? അത്തരത്തിലുള്ള പുലിഭീതി നിലനിൽക്കുന്ന ഒരു മേഖലയാണോ ഇത്? തോട്ടം പ്രദേശമാണ് പ്രജിൻ. ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട്, അതായത് അല്പസമയം മുമ്പ് പുലിയുടെ സാന്നിധ്യം
ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കമുണ്ട്. ഒരു പാറപ്പുറത്ത് പുലി ഇരിക്കുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഏതാനും സമയം പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നെന്മേനി, അതായത് സുൽത്താൻ ബത്തേരി മേഖലയിലാണ് ഈ പ്രദേശം. നെന്മേനി കുന്താണിയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. തൗവരിമല എന്ന് പറയുന്ന ഒരു തേയില എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിനോട് ചേർന്ന ഒരു പാറയുണ്ട്. ആ പാറയ്ക്ക് മുകളിലാണ് ഇത്തരത്തിൽ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആശങ്കയ്ക്ക് കാരണം. പ്രജിത്ത്, വ്യക്തമാണ്. എന്തായാലും വയനാട്ടിലെ പുലിഭീതി, കടുവാഭീതി, ആനഭീതി അതിങ്ങനെ ഓരോന്നോരോന്നായി വാർത്തയിൽ നിറയുകയാണ്. ആ ഭീതി തുടരുകയുമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഈ കുന്താണിയിൽ നിന്നും വന്നിരിക്കുന്നത്. അവിടെ ജനവാസ കേന്ദ്രത്തിനടുത്താണ് ഈ രീതിയിലൊരു പാറപ്പുറത്ത്, അതും ഒരു തേയില എസ്റ്റേറ്റിന് അടുത്തുള്ള ഒരു പാറപ്പുറത്ത് പുലി കിടക്കുന്നതായുള്ള ചിത്രം സഹിതം ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനത്തിനിടെ കടൽ യാത്രയുമായി കൊച്ചിയിലെ അമ്മമാർ. 4 മണിക്കൂർ നീണ്ട യാത്രയിൽ 200 അമ്മമാരാണ് പങ്കാളിയായത്. നിങ്ങൾ എൻജോയ് ചെയ്തോണം. നിങ്ങൾ തിരിച്ചിറങ്ങി വരും ഇതേപോലുള്ള മുഖവരി. റെഡിയല്ലേ? റെഡിയാണ്, എല്ലാം റെഡിയല്ലേ? മിനിയും ബീനയും സുമതിയും ബേബിയും ഗ്രേസിയുമെല്ലാം തിരക്കുകൾ മാറ്റിവെച്ച് ഒന്നിച്ചു അറബിക്കടലിന്റെ ചാരുതയെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ. ഈ 4 മണിക്കൂർ ഇവർക്ക് സമ്മാനിച്ചത് ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷങ്ങൾ. ആടിയും പാടിയും മണിക്കൂറുകൾ പോയതറിഞ്ഞില്ല. സമൂഹത്തിൽ പിടിമുറക്കുന്ന ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിലെ അണിചേരൽ അവർ വർണ്ണാഭമാക്കി. ഭയങ്കര സന്തോഷമായി മോനെ. എല്ലാ അമ്മമാർക്കും നല്ലൊരു പ്രചോദനമായി. വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവം. ഇതിൻ്റെ എതിരായിട്ട് ഒരു ചെറിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ഇതാ. ഈ അമ്മമാരെല്ലാം കൂടെ ചേർന്ന് ഇത്രയും കണ്ടതും ഇങ്ങനെ ഒരു ഇതും ഏറ്റവും ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത്രയും അമ്മമാർക്ക് ഒരുമിച്ച് നിന്നാൽ ഇതിനെതിരെ നന്നായിട്ട് പോരാടാൻ പറ്റും. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200 അമ്മമാരാണ് കടൽ യാത്രക്കെത്തിയത്. പരിമിതികളെ അതിജീവിച്ചും അമ്മമാർ യാത്രയുടെ ഭാഗമായി. ലഹരിക്കെതിരെ സംഗീത ലഹരിയിലായിരുന്നു യാത്ര. മനസ്സിന് ലഭിച്ചത് വലിയ സന്തോഷമെന്ന് ബോട്ടുടമ നിഷി. SKNോടൊപ്പം ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ക്ലാസിക് ഇമ്പീരിയലിനൊരു ഭാഗമാകാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ, എൻ്റെ സ്റ്റാഫിനും ഞങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ സന്തോഷം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനത്തിന്റെ ഭാഗമായിരുന്നു അമ്മമാരുടെ കടൽ യാത്ര. ലഹരിക്കെതിരായ ഒന്നിച്ചുള്ള പോരാട്ടത്തിൽ ഭാഗമാവുകയാണ് സ്ത്രീകൾ. 200 അമ്മമാരുമായുള്ള കടൽ യാത്രയ്ക്കാണ് ഇന്ന് കൊച്ചിക്കായൽ സാക്ഷ്യം വഹിച്ചത്.
ഒരുമിച്ച് തങ്ങളുടെ സഹോദരന്മാരും മക്കളും ചെന്നുപെടുന്ന ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ടീം 24 കൊച്ചി. SKN40 ലഹരി വിരുദ്ധ കേരള യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചി രവിപുരത്തെ ബെന്നീസ് റോയൽ ടൂർസ് 20 പുതിയ രാജ്യങ്ങളിലേക്ക് കൂടി ടൂറിസ്റ്റ് പ്ലാനുകൾ ഒരുക്കുന്ന ട്രാവൽ ഉത്സവ പ്രോജക്ട് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. കൊറോണ കാലത്ത് റീബ്രാൻഡ് ചെയ്ത കമ്പനി കുറഞ്ഞ കാലയളവുകൾ കൊണ്ടുതന്നെ ടൂറിസം മേഖലയിൽ തങ്ങളുടെ അടയാളം പതിപ്പിച്ചു കഴിഞ്ഞു. കൊറോണ കാലത്ത് റീബ്രാൻഡ് ചെയ്ത ബെന്നീസ് റോയൽ ടൂർസിന് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. സ്ഥാപന മേധാവി ബെന്നി പാനിക്കുളങ്ങര മാധ്യമരംഗത്തെ 40 വർഷത്തെ SKNന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം ഇന്ന് മാധ്യമരംഗത്തിന് മാത്രമല്ല, സർവോപരി അദ്ദേഹം ഇന്ന് ഒരു സാമൂഹിക പ്രശ്നത്തിൽ അധിഷ്ഠിതമായി ഇന്ന് കേരള ജനത അനുഭവിക്കുന്ന ഈ വലിയ ഒരു മഹാവിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 40 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു ജൂബിലി പോലുള്ള ആ സമയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് സംവേദിക്കുന്നു, ജനങ്ങളിൽ ഒരുവനായിട്ട് മാറുന്നു. ഇന്ന് ആ വലിയ ഒരു മുന്നേറ്റം ഇന്ന് ജനങ്ങൾ തന്നെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. SKN40 ലഹരി വിരുദ്ധ കേരള യാത്ര കടന്നുപോകുന്ന 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 14 പേർക്ക് സൗജന്യ സിംഗപ്പൂർ യാത്രയൊരുക്കുന്നത് ബെന്നീസ് റോയൽ ടൂർസ് ആണ്. യാത്രയെ ലഹരിയാക്കുന്ന ബെന്നീസ് റോയൽ ടൂർസിന്റെ പദ്ധതിക്ക് SKNന്റെ ആശംസ. യാത്രയാണ് ഏറ്റവും വലിയ ലഹരി. നമ്മുടെ ഈ ചെറുപ്പക്കാരുടെയൊക്കെ അറ്റൻഷൻ മാറ്റാൻ പറ്റുന്ന യാത്രകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് ഈ രാസലഹരിയൊക്കെ വ്യാപകമാക്കുന്ന ഈ സമയത്ത് വളരെ നല്ലതാണ്. ശ്രീ ബെന്നി യഥാർത്ഥത്തിൽ ഈ കേരളത്തിലുടനീളം 24 വഹിക്കുന്ന ഈ യാത്രയിൽ, അതായത് ഈ നമ്മുടെ കേരള റോഡ് ഷോയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സഹായം വളരെ കൂടുതലാണ്. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S വിജയകുമാർ, അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ TK റിജിത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 24 കൊച്ചി. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള പ്രത്യേക യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഈ യാത്രയുടെ തത്സമയ വിവരങ്ങളടക്കം ലഭ്യമാണ്. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതിലെ സാർ എന്ന പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയാണ്. ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ കണ്ട ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സൈബർ തട്ടിപ്പുകളുടെ വാർത്തകൾ നിരന്തരമായി പുറത്തുവരുന്നത് ഓരോരുത്തരുടെയും സുരക്ഷയും കൂടി ചോദ്യം ചെയ്യുന്നതാണ്. പാഠം പഠിക്കാതെ കെണിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. പല രീതിയിൽ പല പേരുകളിൽ പല വിധത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ ഇങ്ങനെ ഓരോ ദിവസവും വരുന്നുണ്ട്. എന്തായാലും അതിൽ കൃത്യമായ ഇടപെടൽ ഈ സൈബർ പോലീസിൻ്റെയൊക്കെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിൽ ജാഗ്രത കാണിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വരുന്ന വാർത്തകൾ അതൊക്കെ തന്നെ നമുക്കൊരു ഒരു പാഠമാണ്. അത് മുൻനിർത്തി വേണം ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾ സൈബറിടങ്ങളിൽ. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗനവാടി ജീവനക്കാരുടെ രാപകൽ സമരം അവസാനിപ്പിച്ചു. ധനമന്ത്രി KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 13 ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിച്ചത്. 3 മാസത്തിനുള്ളിൽ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം ആരംഭിക്കുമെന്ന് അംഗനവാടി ജീവനക്കാർ പ്രഖ്യാപിച്ചു. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനയായ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ സമരം. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണ നൽകുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. 13 ദിവസങ്ങൾക്ക് ശേഷം ധനമന്ത്രി KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. ക്ഷേമോദി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫോണ് നമുക്ക് തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 10 ദിവസത്തിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും 3 മാസത്തിനുള്ളിൽ അംഗൻവാടിക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി തന്ന ഉറപ്പിന്റെ മേലിൽ ഇന്ന് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം. 91 ദിവസത്തിനകം ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയായി സമരം നടത്തുന്നതാണ്. മാർച്ച് 17 ആരംഭിച്ച രാപ്പകൽ സമരമാണ് 13ാം ദിവസം ചർച്ചയ്ക്കൊടുവിൽ അവസാനിപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ്. അതിൽ ആശാ വർക്കർമാരുടെ സമരമാണോ എന്ന് ചോദിച്ചാൽ അതല്ല, ഇതിപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ സമരമാണ്. അതാണ് ഇപ്പോൾ ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ രീതിയിൽ ഒരു താൽക്കാലികമായി അവർ പിൻവാങ്ങുന്നത്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ മറ്റൊരു രീതിയിലേക്ക് സമരം മാറ്റുമെന്നുകൂടി ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട്.
എന്നാൽ ദിനേശ് ഹരിപ്പാട് പറയുന്നു, ലഹരിക്കെതിരെയുള്ള SKN40ക്കുള്ള പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസും ഉണ്ട് എന്ന് പറയുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഞങ്ങളും മുൻപോട്ട് പോകും, ലഹരി വേണ്ട എന്നാണ് ദിനേശ് ഹരിപ്പാടിൻ്റെ ആഹ്വാനം. അതുതന്നെയാണ് ആ രീതിയിൽ കൂടുതൽ ആൾക്കാരുടെ പിന്തുണ SKN40 കേരള യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അതിൽ നമുക്കും സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി ഇനി നാളെ വീണ്ടും ഇതേ സമയം.